നമ്മളിന്ന് മുരിങ്ങയ്ക്കയും ചക്കക്കുരുവും കൂടിയുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നല്ലോണം കഴുകിയെടുത്ത് നമ്മൾ അടുപ്പയിൽ വെച്ചു. ഇപ്പോൾ ഇത് നല്ലോണം വന്ന് കഴിയുമ്പോഴത്തേനും നമുക്കിതിനൊരു അരപ്പും കൂടെ റെഡിയാക്കാം കേട്ടോ. അപ്പം തേങ്ങ, കാന്താരി മുളക്, ഉള്ളി, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾ, ഇത്രയാണ് നമുക്ക് ഈ അരപ്പിനായിട്ട് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇത് നല്ലോണം ഇച്ചിരി പുളി ആഡ് ചെയ്യണം, ഉപ്പും ആഡ് ചെയ്യണം. അപ്പോൾ പുളി എന്ന് പറഞ്ഞാൽ മാങ്ങയിട്ട് വേണമെങ്കിൽ കറി വെക്കാം. നമ്മളിന്ന് പുളിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ, വാളം പുളി. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ച് പതുക്കെ പൊങ്ങി വരിക ചെയ്യാവുള്ളൂ. അങ്ങനെ അതായത് തേങ്ങ അരച്ചുള്ള കറികളായി കഴിയുമ്പോൾ വല്ലാണ്ട് തിളച്ചൊന്നും പോകാൻ കൊള്ളത്തില്ല കേട്ടോ. ശരിക്കും ഒന്ന് ചൂടായി അങ്ങ് പൊങ്ങി വരില്ലേ, അപ്പം നമ്മളത് നിർത്തിക്കണം. എന്നിട്ട് നല്ലോണം കടുകൊക്കെ ഒന്ന് താളിച്ച് നമ്മളിത് റെഡിയാക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കും, നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഒരു മെഴുക്കുവരട്ടിയും കൂടെ വെക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ അച്ചിങ്ങപ്പയർ, അതുപോലെ തന്നെ ഒരു അച്ചിങ്ങപ്പയർ കുറവായതുകൊണ്ട് ഒരു ഏത്തവാഴയ്ക്ക, പിന്നെ കുറച്ച് സവാള, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇച്ചിരി തേങ്ങാക്കൊത്ത്, ഇത്രയാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മെഴുക്കുവരട്ടിക്കായിട്ട് എടുക്കുകയാണ്. അപ്പോൾ താളിച്ച് വെച്ച എണ്ണ ബാലൻസ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മളിത് ഇട്ട് തട്ടിപ്പൊത്തി വെച്ച വെള്ളം ഒട്ടും ഒഴിക്കരുത്. എന്നിട്ട് റെഡിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇച്ചിരി ഒരു കുറച്ച് നെയ്യും കൂടി ഇട്ട് ഇളക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ മെഴുക്ക് വരട്ടി റെഡി. പിന്നെ ഒരു ഓംലെറ്റ് കൂടി ഉണ്ടാക്കാൻ 2-3 മുട്ട, സവാള അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇന്നത്തെ ഊണിനുള്ള കറികളെല്ലാം റെഡി.